സമൂഹമാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിപ്പിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ബസിൽ വെച്ച് യുവതിയോട് ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് ആത്മഹത്യയുണ്ടായത്. തിരക്കുള്ള ബസിൽ യുവതി ചിത്രീകരിച്ച ദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിൽ പ്രചരിച്ചിരുന്നു. സംഭവത്തിന് ശേഷം ദീപക് കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ആയിരുന്നുവെന്ന് കുടുംബം പറയുന്നുണ്ട്. അർജുൻ ചേരുന്നുണ്ട്. ദീപകിന്റെ വീടിന് സമീപത്ത് നിന്നും ചേരുകയാണ് അർജുൻ, എന്താണ് ബന്ധുക്കൾ പറയുന്നത്? പോലീസ് നൽകുന്ന വിശദീകരണവും എന്താണ്? നീലിമ, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ യുവതി ഇദ്ദേഹത്തിന്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നു, തന്നെ അപമാനിക്കാൻ ശ്രമിച്ചെന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രചരിച്ചത്. അതേ തുടർന്ന് പിന്നീട് ഇന്ന് രാവിലെ യുവാവ് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനെ തന്നെ ഇവരുടെ നാട്ടുകാരും അതുപോലെ തന്നെ ദീപകിന്റെ കൂട്ടുകാരടക്കം നമ്മളോട് ചേരുന്നുണ്ട്. ചേട്ടാ, എന്തായിരുന്നു സംഭവം? ഇതിപ്പോൾ 2 ദിവസം മുന്നേ ആണ് ഇങ്ങനെ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്ത് അറിയണം. ഒരു പെൺകുട്ടീൻ്റെ ശരീരത്തിൽ തൊട്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ വന്നത്. അങ്ങനെ ഒരു വീഡിയോ ഞാൻ അറിഞ്ഞ എൻ്റെ വൈഫ് കാണിച്ചെന്നാണ് എനിക്കത് ഇന്നലെ മെഞ്ഞാന്ന് രാത്രി കാണിച്ചെന്നാണ് വീഡിയോ കാണിച്ചതെന്ന് പറഞ്ഞാൽ ദീപഘടനമാതിരി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ആവാൻ സാധ്യതയില്ല പറഞ്ഞു. അവർ പറഞ്ഞു ദീപഘടന എന്ന് പറഞ്ഞാൽ അവൻ അന്നെങ്കിൽ അത് ശരിയെന്ന് പറഞ്ഞാൽ ഞാനത് വിട്ട് കിടന്നുറങ്ങി. അപ്പോൾ എനിക്കൊരു മനസ്സിലൊരു വിഷമം, അതിങ്ങനെ ഓനാണോ എന്നുള്ളതിൽ. അപ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങനെ നീ 2 ദിവസം മുന്നേ അവിടെ യാത്ര ചെയ്തതിനെ വെച്ച്, കാരണം അതിൽ പറയണ ലൊക്കേഷൻ വെച്ചിട്ട്. അപ്പോൾ പറഞ്ഞാൽ ഞാനിങ്ങനെ പയ്യന്നൂർ പോയിട്ടുണ്ടായിരുന്നു, എന്തേലും ചോദിച്ചു. അവനിങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ കാണുന്നുണ്ട്, എന്നാണോ എന്ന് വെച്ചിട്ട് പറഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്, എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട് പറഞ്ഞു. ഞാൻ എന്നാൽ ശരി വിട്ടാൾ തന്നെ വിട്ട്. അങ്ങനെ രാവിലെ അവൻ ചോദിച്ചു എന്താടാ അതിനെപ്പറ്റി കൂടുതൽ അപ്ഡേഷൻ എന്തോ ഉണ്ടോ ചോദിച്ചു. ഞാൻ ഇല്ല എന്തെങ്കിലും. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എൻ്റെ ബോസിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ ദീപക്കിൻ്റെ മാതിരി തന്നെ ഉണ്ട്, എന്താണ് സംഭവം എന്താണെന്ന് ചോദിച്ചു. അവൻ എനിക്കറിയില്ല അതിനെപ്പറ്റി, ഞാൻ കണ്ടിട്ടില്ല വീഡിയോ. ശരിയെന്ന് പറഞ്ഞ് നമ്മൾ ഓരോന്ന് സംസാരിച്ചാൽ വിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഓനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങനെ വേറെ 2-3 ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ കുവൈത്തിൽ നിന്ന് എൻ്റെ സുഹൃത്തും പറഞ്ഞിട്ട് ദീപകിൻ്റെ മറ്റൊരു ഫോട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് വിട്ടാൾ എന്തായാലും അത് വലിയ പ്രശ്നമല്ലല്ലോ, അത് സ്വാഭാവികമല്ലേ, തട്ടിൽ മുട്ടക്കേണ്ട ബസ്സല്ലേ. അപ്പോൾ അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് വെച്ച്. അങ്ങനെ അവനെ അത് കേട്ട് ഓക്കെ എന്നും പറഞ്ഞ് ഓന് വിട്ട്. പിന്നെ അതിനെപ്പറ്റി ഒരു ചർച്ച ഒന്നും ഇല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവനിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ബോസ് ഇങ്ങനെ വിളിച്ചിരുന്നു, ഇങ്ങനെ ബോസ് ഇത് കണ്ടിക്കണ വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബോസ് എന്തോ പറഞ്ഞതിന് വിഷമമായെന്ന് വെച്ച്. ഇല്ല, ബോസ് പറയണം നല്ലതാണ് പറയണം, ബോസ് പറയണം തെറ്റ് നിങ്ങളുടെ അടുത്തില്ല, നിങ്ങളൊരു കേസായിട്ട് മുന്നോട്ട് പോകണം, വക്കീലിനെ കാണണോ, ലീഗലായിട്ട് മുന്നോട്ട് പോകണം എന്നാണ്. അപ്പോൾ അവൻ എന്ത് കാര്യം എന്നോട് ചോദിക്കാതെ പറയില്ല. അപ്പം ബോസിനോട് പറഞ്ഞത് തന്നെയാണ്. ഞാൻ അലീനോട് ചോദിച്ചിട്ട് ഞാൻ പറയാം സാറെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, എനിക്ക് ഇന്ന് എന്തായാലും വർക്ക് ഉണ്ട്, നമുക്ക് നാളെ ഞായറാഴ്ച കാണാമെന്നാണ് വെച്ച് ഫോൺ കട്ട് ചെയ്ത് വൈകിട്ട് സമയത്ത്. പിന്നെ രാത്രി ഒരു 9 സംതിങ്ങിന് ഞാൻ പുളിക്കലെത്തിക്കുന്നത്. അപ്പോൾ ഞാൻ പൊതുവേ ശനിയാഴ്ചകളിൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ട് ബാംഗ്ലൂരിൽ, അവൻ വന്നുകൊടുക്കുന്നുണ്ട്. അവന് പൊതുവേ കാണുന്നതാണ് ശനിയാഴ്ചകളിൽ, അവനിവിടെ ഉണ്ടെങ്കിൽ. അപ്പോൾ അവനില്ലാത്തതിനോട് ഞങ്ങൾ വലിയ ഇത് കാണിച്ചില്ല, കാരണം എല്ലാവരും ടയർഡാണ്, ഇവനും ടയർഡാണ്, അവൻ വർക്ക് കഴിഞ്ഞ് ക്ഷീണിച്ചിട്ടാണ്, ഞാനും ടയർഡാണ്. പിന്നെ ഞങ്ങൾ കൂട്ടിമുട്ടി എന്തായാലും ചർച്ചകളൊക്കെ നടത്തി കുറേ ടൈം ബീച്ചിലൊക്കെ പോയിരുന്ന് സംസാരിക്കാനാണ്. അപ്പോൾ അതൊന്നും ഒഴിവാക്കാനും വേണ്ടിയിട്ട് ഞാൻ എന്താക്കി, എനിക്കെന്നാൽ നല്ല ബാക്ക് പെയിനാണ്. അപ്പോൾ അവനാണെങ്കിൽ റെസ്റ്റ് എടുത്തോട്ടെ, ഞങ്ങൾക്കൊക്കെ റെസ്റ്റ് ആവശ്യമാണല്ലോ, ജോലിക്ക് ചെയ്യണമല്ലേ. അങ്ങനെയാണ് ഇന്ന് രാവിലെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് കഴിഞ്ഞ് നമ്മൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പോലീസുകാരോട് കാര്യങ്ങൾ പറഞ്ഞു, ഈ വിഷയങ്ങളൊക്കെ ഞാൻ പോലീസിനോട് സംസാരിച്ചിട്ടുണ്ട്, SI സാറിനോട് സംസാരിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പെൺകുട്ടീൻ്റെ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്തതിന് അതിന് ശേഷമാണ് ഈ ഇഷ്യൂ വന്നത്. പക്ഷെ അവൻ അത്ര മെൻ്റലി അത്ര ഇതല്ലായിരുന്നു, അത്ര ഡൗൺ അല്ലായിരുന്നു. അവൻ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നമ്മൾ ഇങ്ങനെ ചെയ്യാനൊന്നുമില്ല, നമുക്ക് ലീഗലായിട്ട് തന്നെ പോവാം, വേറെ ഒന്നും ഞങ്ങൾ വേണ്ടാത്തൊരു രീതിയിലുള്ള ചർച്ച ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നുമില്ല, ലീഗലായിട്ട് പോവാ, ഒരു വക്കീലിനെ കാണാം. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞാണ് രാത്രി ഇത് ഒരു 9 സംതിങ്ങിനാണ് സംഭവിക്കുന്നത്, ഞാൻ ആ സമയത്ത് ഭക്ഷണം കഴിക്കല് പുളിക്കൽ. അപ്പോൾ ഒന്ന് പറഞ്ഞ് നമുക്ക് ലീഗലായിട്ട് തന്നെ കാണാം, നീ ടെൻഷനൊന്നും അടിക്കണം, നീ ഇന്ന് ഇപ്പോൾ കിടക്ക്, ഞാൻ എന്തായാലും പുളിക്കലെത്തിപ്പോയി. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവനെ പോയി മീറ്റ് ചെയ്യും. അവന് വിഷമമുണ്ടെന്ന് അവന് തന്നെ അതിങ്ങനെ ജീവിക്കാനാണ്. ഞങ്ങളൊരു ശരീരം തന്നെ രണ്ടാളും, അങ്ങനെ ഒരു ലെവലിൽ ജീവിക്കണം. ഞാനും അവനറിയാത്തൊരു രഹസ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, ഏത് വിഷയത്തിലായാലും. നീലിമ, അത്തരത്തിൽ തന്നെയാണ് നാട്ടുകാരെല്ലാം പറയുന്നത്. മാത്രമല്ല ഈ ദീപക് എന്ന് പറയുന്ന നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ടവരായിരുന്നു, നാട്ടിലൊക്കെ എന്ത് വിഷയമുണ്ടെങ്കിൽ അതിൽ ഇടപെടുന്നതായിരുന്നു അല്ലേ? ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതെ, അങ്ങനെ ഒരു വേണ്ടാത്ത അഭിപ്രായം ഇല്ലാത്ത ആളാണ്, നല്ല കുട്ടിയാണ്. ഇന്ന് രാവിലെയാണ് നീലിമ, നമ്മളിത് വീടിൻ്റെ പരിസരത്ത് തന്നെയാണ് നിൽക്കുന്നത്, ദീപകിൻ്റെ വീടിൻ്റെ പരിസരത്ത് തന്നെയാണ് നിൽക്കുന്നത്. ദീപകിൻ്റെ മൃതദേഹം ഇവിടെയാണ് ഉള്ളത്. ഇതിനാൽ തന്നെയും ഇവർ പോലീസിനൊക്കെ പരാതി നൽകിയിട്ടുണ്ട്, കൃത്യമായി പരാതി നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നീലിമ, ഒപ്പം തന്നെ അർജുൻ നേരത്തെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു വാർത്ത ഇപ്പോൾ
ഓർമ്മയിൽ വരികയാണ്. വയനാട്ടിലാണ് ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ ഇതുപോലെ സമാനമായ ഒരു ആരോപണം നേരിടുകയും അദ്ദേഹം കിണറിൽ കൊല്ലപ്പെട്ട അവസ്ഥയിൽ കാണുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം കൂടി ഇതോടൊന്ന് ചേർത്ത് വായിക്കുകയാണ്. തീർച്ചയായും നീലിമ അത്തരത്തിൽ തന്നെയാണ്. അതായത് ബത്തേരിയിലാണ്, അതായത് വയനാട് ബത്തേരിയിലാണ് ഇതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത്. അതായത് റിട്ടയർഡ് പോലീസ് ഓഫീസറാണ് ഇദ്ദേഹം. ഈ ഒരു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഈ വാഹനത്തിൽ വരുന്ന ഒരു സമയത്ത്, അതായത് മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആ ജോലി കഴിഞ്ഞ് ഈ ഒരു വാഹനത്തിൽ കയറി വരുന്ന സമയത്താണ് ഒരു യുവതി ഇത്തരത്തിൽ തന്നെ തൊട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതും തുടർന്ന് പിന്നീട് ഇയാളെ ആത്മഹത്യ ചെയ്ത നിലയിൽ ആ കിണറ്റിൽ ആത്മഹത്യ ചെയ്തതിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അത് കൊലപാതകമാണെന്നുള്ള ഒരു അങ്ങനെയുള്ള ഒരു ആരോപണങ്ങളൊക്കെ ഈ വയനാട്ടിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് പിന്നീട് നാളുകൾക്ക് ശേഷമാണ് പിന്നീട് ഇപ്പോൾ വീണ്ടും ഈ ദീപക് എന്ന് പറയുന്ന ഒരു യുവാവിന് കൂടി ഇത്തരത്തിലുള്ള ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് തന്നെയും വലിയ രീതിയിലുള്ള ഒരു ദുഃഖമാണ് ആ നാട്ടുകാർക്കൊക്കെ ഉള്ളത്. നാട്ടുകാരെല്ലാം ഇവിടെയുണ്ട്, ആളുകളെല്ലാം ഇവിടെയുണ്ട്. അവരൊക്കെ പറയുന്നതും ദീപക് ഇത്തരത്തിൽ ഉള്ള ഒരു വ്യക്തിയല്ല എന്നുള്ളത് തന്നെയാണ് ആളുകളൊക്കെ പറയുന്നത്. വീണ്ടും ചില ആളുകളൊക്കെ കൂടുന്നുണ്ട്. ചേട്ടാ, ഇവിടെ അടുത്തുള്ളതാണോ? അടുത്തുള്ളതാണ് അതല്ലേ. ദീപക് നമ്മൾ എങ്ങനെയാണ് ഇവിടെ നാട്ടിലൊക്കെ? ദീപക് വളരെ സൗമ്യനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യത്തിലും മോശമായിട്ട് ഇടപെടാത്ത കക്ഷിയാണ്. നല്ല രീതിയിൽ, അതായത് അങ്ങനെ കൂടുതൽ ആൾക്കാർ അങ്ങനെ ഇടപെടുന്ന വളരെ സോഷ്യലായിട്ടില്ല. മുപ്പരെ ജോലിയായിട്ട് പോകും, അത്രമാത്രം. ഇങ്ങനെയൊന്നും ചെയ്യുന്നതായിട്ട് അറിയില്ല. അത് അങ്ങനെ ഉള്ള യാതൊരു സാധ്യതയില്ല. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് പറയുന്നത്. ദീപക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. കാരണം പരാതി നൽകിയിട്ടുണ്ടോ? കുടുംബം ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ? തീർച്ചയായും അത്തരത്തിൽ തീർച്ചയായും കുടുംബം നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചിട്ടില്ല. അല്പസമയത്തിനകം കുടുംബത്തിന്റെ പ്രതികരണം നമുക്ക് കിട്ടുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കുടുംബം നമ്മളോട് പ്രതികരിക്കും. എന്തിനാ തന്നെ ഈ കുടുംബം പറയുന്നത് നേരത്തെ തന്നെ ഇവർ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. അതായത് ഈ ആത്മഹത്യ ചെയ്ത ഉടനെ തന്നെ ഇവർ കുടുംബം പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ അന്വേഷണം നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ യുവമോർച്ച BJP നേതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നാട്ടുകാരോടൊപ്പം അവരെത്തിയിട്ടുണ്ട്. അവരോടൊക്കെ ചോദിക്കാം, എന്താണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അല്ല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി, തങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടി ചില പെൺകുട്ടികൾ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊരു ആദ്യത്തെ സംഭവമൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ആത്മാഭിമാനമുണ്ട്. തൻ്റെ ദേഹത്ത് ഒരാൾ ദുരുദ്ദേശത്തോട് തൊട്ടുണ്ടെങ്കിൽ അപ്പം പ്രതികരിക്കണം. അത് സോഷ്യൽ മീഡിയയിലൂടെ ഇട്ട് തങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കി അതിലൂടെ ഞങ്ങളെന്തോ വലിയ കാര്യം ചെയ്തു എന്ന രീതിയിലേക്ക് വരുത്തുന്ന ഒരു നിലപാട് ഇത് ശരിയല്ല. ഇതിനെതിരെ ശക്തമായി എൻ്റെ അഭിപ്രായത്തിൽ പെൺകുട്ടികളാണ് പ്രതികരിക്കേണ്ടത്. ഇപ്പോൾ ഒരു വീട്ടിലെ ഒരു അച്ഛനും അമ്മയും മാത്രമായി ഒരൊറ്റ മകനാണുള്ളത്, അവൻ തൂങ്ങി മരിക്കപ്പെട്ടു. അപ്പോൾ ആൺകുട്ടിക്ക് വേറെ ആത്മാഭിമാനം, പെൺകുട്ടിക്ക് വേറെ ആത്മാഭിമാനം, എല്ലാവർക്കും ആത്മാഭിമാനമുണ്ട്. ആ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പം അത് ആ വിഷമം സഹിക്കാൻ വയ്യാതാണ് തൂങ്ങി മരിച്ചിട്ടുള്ളത്. 36 വർഷമായിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ ഒരു പെൺകുട്ടിയോടോ അല്ലെങ്കിൽ മറ്റൊരു നോട്ടം കൊണ്ടോ പോലും ഒരാളോടും ഒരു തരത്തിലും പെരുമാറാത്ത ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് ഈ നാട്ടിൽ ജീവിക്കണ്ടേ? ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ തങ്ങൾക്ക് റീച്ച് കിട്ടുന്നതിന് വേണ്ടി പെൺകുട്ടികൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്താണ്. ആ സോഷ്യൽ മീഡിയയിൽ ആ പെൺകുട്ടിയുടെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. അതിൽ ഒരു വീഡിയോയിൽ ഇയാൾ എത്രയോ വേക്കലാണുള്ളത്. രണ്ടാമത്തെ വീഡിയോയിൽ ഈ പെൺകുട്ടി അങ്ങോട്ട് പോവുകയാണ്, തൊട്ടടുത്തേക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാണ്. അതിൽ അദ്ദേഹത്തിന്റെ കൈ കെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ വ്യാപകമായി സോഷ്യൽ മീഡിയ പ്രചരണം നടത്തി. അത് കണ്ട് അദ്ദേഹം തൂങ്ങി മരിക്കും. ഇന്ന് ആ കുടുംബത്തിനൊന്നും ഇല്ലാതായി മാറി. അതുകൊണ്ട് ഈ പെൺകുട്ടിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിയമ നടപടികൾ അതിശക്തമായ നടപടികൾ ഞങ്ങൾ മുട്ടും. അതുപോലെ ശക്തമായ സമരവും ഞങ്ങൾ മുന്നോട്ട് പോകും. പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശപ്പെട്ട നിലപാടുണ്ടായിട്ടുള്ളത്. പോലീസ് ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്താൻ പോലും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ശക്തമായി പോലീസിനെതിരെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടാവും. ഈ കുടുംബത്തോടൊപ്പം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു സമൂഹത്തിൽ ഇനി ഇത് ആവർത്തിക്കരുത്. ഒരു കുടുംബത്തിനും ആരും നഷ്ടപ്പെടരുത്. പെൺകുട്ടികൾക്ക് റീച്ച് കിട്ടുന്നതിന് വേണ്ടി അവർ എന്തും ചെയ്യുക എന്നുള്ളതല്ല. ആത്മാഭിമാനമുള്ള പെൺകുട്ടികൾ ധാരാളമുണ്ട്. പെൺകുട്ടികൾ പ്രതികരിക്കുന്ന ഇത്തരത്തിലുള്ള പെൺകുട്ടികൾക്കെതിരെ ഇത് സോഷ്യൽ മീഡിയയിൽ തങ്ങൾക്ക് താരമാവണം, തങ്ങൾക്ക് കുറച്ച് ആളുകളുടെ ഫോളോവേഴ്സ് കൂടണമെന്ന് വിചാരിച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കുകയാണ്. ഇതിപ്പോൾ ഒരു സ്ഥിരം പരിപാടിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിനകത്ത് ശക്തമായ നിലപാടെടുക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ പെൺകുട്ടിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും അത്തരത്തിൽ തന്നെ വലിയ രോഷമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള അമർഷമാണ് ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതായത് ആ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു പ്രതികരിക്കണമെങ്കിൽ അവിടെ നിന്ന് തന്നെ പ്രതികരിക്കാമായിരുന്നു. പക്ഷേ ആ വീഡിയോയിൽ ഇവർ പറയുന്നത് പോലെ തന്നെ ഇവർ പറയുന്നത് ഇങ്ങനെയാണ്. ആ കുട്ടി ആദ്യം ഇയാൾ
ബാക്കിലായിരുന്നു നിന്നത്. പിന്നീട് ഈ കുട്ടി ഇയാളുടെ അടുത്തേക്ക് പോവുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നാട്ടുകാരടക്കം പറയുന്നത്. നമ്മൾ ആ വീഡിയോ അടക്കം നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു പരാതിയൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇടാതെ കൃത്യമായി തന്നെ പരാതി കൊടുക്കുക, ആ രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് ഒരു തേജോവധം ചെയ്യുന്ന പോലെ ഒരു വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് പോകരുത് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരടക്കം പറയുന്നത്. ഓക്കെ അർജുൻ, സമൂഹ മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിപ്പിച്ചതിന് പിന്നാലെ യുവാവ് ജീവൻ ഒടുക്കിയിരിക്കുകയാണ്. കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ബസ്സിൽ വെച്ച് യുവതിയോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് ദീപകിന്റെ ആത്മഹത്യ. എന്തായാലും ഇത് സംബന്ധിച്ച് ചില സംശയങ്ങൾ കുടുംബവും നാട്ടുകാരും പങ്കുവെക്കുകയാണ്. പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഏതായാലും സത്യം പുറത്തു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.